കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്തോ തിബറ്റൻ ബോർഡർ ഫോഴ്സിന്റെ കൂടി സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹർഷ് മേഖലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുകയാണ്. ഓരോ വിലപ്പെട്ട ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം അവിടെ നടക്കുന്നു എന്നത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ 10 മുതൽ 12 മനുഷ്യരെങ്കിലും 10 മുതൽ 12 വരെ ഈ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് 4 മരണമാണ്. പക്ഷേ ആ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് വരുന്നത്. അത് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ നൽകുന്നത്. ഏതാണ്ട് 25ഓളം ഹോട്ടലുകൾ അവിടെ ഹോം സ്റ്റേകൾ ആയി പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം മനുഷ്യർ എന്ന് കരുതുന്നു. അവിടെ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ നാടുകളിൽ നിന്ന് വന്ന മനുഷ്യരാണ്, അവർ ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയിരിക്കുന്നു, കാണാതായ മനുഷ്യരുടെ എണ്ണം വളരെ വലുതാണ്. ഏതാണ്ട് 50ഓളം പേരെ കാണാനില്ല എന്ന വിവരമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ ഒരു ദുരന്തമായി തന്നെ ഇത് മാറാനുള്ള സാഹചര്യമുണ്ട്. കാരണം പലയിടങ്ങളിൽ നിന്ന് ആഘോഷത്തിനായൊക്കെ എത്തിയ മനുഷ്യരാണ് ആ ഹോം സ്റ്റേകളിൽ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ ഒന്നാകെ തുടച്ചുകൊണ്ടാണ് ഈ മിന്നൽ പ്രളയം, അതിലെ ആ ജലപ്രവാഹം ഉണ്ടായിരിക്കുന്നത്. വീടുകൾ തുടച്ചു നീക്കിക്കൊണ്ട്, വാഹനങ്ങളും ഒക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ആ പ്രളയ ജലം ഒഴുകുന്നത് നമുക്ക് കാണാം. അത്രമാത്രം വലിയൊരു ദുരന്തത്തിനാണ് ഇന്ന് ഉത്തരാഖണ്ഡ് വേദിയായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ആഘാതം എത്ര എന്നത് ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് രക്ഷാപ്രവർത്തന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൈന്യത്തിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ട്. വലിയ രീതിയിൽ ഉള്ള ആശങ്കകൾ അവിടെ ഉയരുന്നു. കാരണം ഓഗസ്റ്റ് 10 വരെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന പ്രവചനങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്, മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇനിയും അവിടെ കൂടുതൽ മഴ പെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അതൊക്കെ വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 10 വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. ഇനി തുടർ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനാണ് ഏറ്റവും മുൻതൂക്കം നൽകിയിരിക്കുന്നത്. മിന്നൽ പ്രളയത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളൊക്കെ ധരാലിയിൽ നിന്ന് വരുമ്പോൾ എത്ര പെട്ടെന്നാണ് ഈ ഒരു ദുരന്തം ആ ഗ്രാമത്തെ തുടച്ചു നീക്കിയിരിക്കുന്നത് എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്ര ഭീതിതമായ നിലയിലേക്ക് മാറുകയും കര കവിഞ്ഞൊഴുകുകയും പ്രളയജലം ആ വീടുകളെ ഉൾപ്പെടെ അവിടെ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്തിരിക്കുന്നത്. അഭിലാഷ് തുടരുന്നുണ്ട് അവിടെ നിന്നും. അഭിലാഷ്, ഇനി എന്തൊക്കെ സംഭവിച്ചു എന്നതിൻ്റെ പൂർണ്ണ വിവരം വരണമെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ മാത്രമാണ് അത് ലഭ്യമാവുക. അത് എത്രമാത്രം വലിയ ആഘാതം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നറിയണമെങ്കിലും അതിനുശേഷം മാത്രമായിരിക്കും വിവരങ്ങൾ പുറത്തു വരിക. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സൈന്യത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയുള്ള രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തുടർ സാഹചര്യങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, കനത്ത മഴ ഒക്കെ അവിടെ പെയ്യുന്നുണ്ടോ? അത് രക്ഷാപ്രവർത്തന ദൗത്യത്തെ ബാധിക്കുന്ന സാഹചര്യമുണ്ടോ? 10 വരെ ശക്തമായ മഴ എന്നത് പ്രവചിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലാവസ്ഥ എന്താണ് അവിടെ ഇപ്പോൾ? അത് രക്ഷാപ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? രേണുക, അവിടെ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ആ പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ഇന്ത്യൻ ആർമിയും ITBPയും NDRF, സ്റ്റേറ്റ് NDRFും നാഷണൽ NDRFും ദുരന്ത നിവാരണ സേനകൾ പ്രദേശത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. അതേസമയം തന്നെ സുഖി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തും ഇപ്പോൾ മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജോഷിമഠിലേക്ക് ജ്യോതിർമത് മലറി മോട്ടോർ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബദ്രിനാഥ് നാഷണൽ ഹൈവേ ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അവിടെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായിട്ട് വലിയ പാറക്കഷ്ണങ്ങളെല്ലാം കൂടെ റോഡിലേക്ക് ഒലിച്ചു വന്ന് റോഡ് മൂടപ്പെട്ടൊരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഉത്തരാഖണ്ഡിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ മേഘവിസ്ഫോടനങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ചുള്ള മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ
ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നിരവധി ആളുകളാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ധരാലി എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ ജാഗ്രതയിലാണ് ഇപ്പോൾ ആ സംസ്ഥാനമുള്ളത്. കാരണം ഓഗസ്റ്റ് 10-ാം തീയതി വരെ മഴ തുടരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും ഈ ആളുകളെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും എല്ലാം അവതാളത്തിലാകുന്ന അല്ലെങ്കിൽ അതിനൊരു തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്കാകും സംസ്ഥാനം പോവുക. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ അടക്കം ഈ ആൾക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഏർപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ഇന്ത്യൻ സൈന്യം 150ഓളം സൈനികരാണ് ഇപ്പോൾ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതിൽ 20ഓളം പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് പോലീസിന്റെ ഒരു നിർദ്ദേശങ്ങൾ വരുന്നത് ആരും വീടുകൾ വിട്ട് പുറത്തിറങ്ങരുത്, ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നദിക്കരയിൽ നിന്നും പോകരുതെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല കുന്നിൻ ചെരുവുകളിൽ പോകരുത്, കാരണം ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള പോലീസിൽ നിന്നുള്ള നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രഥമ പരിഗണന എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ, അതായത് നിലവിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയും അതുപോലെ തന്നെ മണ്ണിനടിയിൽ മൂടപ്പെട്ട് കിടക്കുന്ന ആളുകളെയും പുറത്തെത്തിക്കുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന. അത് തന്നെയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മാധ്യമങ്ങളോട് പറഞ്ഞത്. എത്രയും വേഗം അകപ്പെട്ട് കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി അവർക്ക് വേണ്ട ചികിത്സകൾ എത്തിക്കുക, അതുപോലെ തന്നെ ബാധിക്കപ്പെട്ട ആളുകളുടെ കുടുംബങ്ങളെ എത്രയും വേഗം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി അവർക്ക് വേണ്ട ചികിത്സയും സൗകര്യങ്ങളും ഏർപ്പെടുത്തുക. ഇപ്പോൾ ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം, തുടർച്ചയായ മഴ കാരണം അവിടെ വൈദ്യുതി, വെള്ളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ കേരളത്തിൽ വയനാട് ചൂരൽമലയിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിട്ടത്, എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മൾ നേരിട്ടത് എന്ന് നമ്മൾ കേരളത്തിലുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ധരാലി എന്ന ഗ്രാമത്തിലെയും ഹർഷിൽ എന്ന് പറയുന്ന പ്രദേശത്തെയും ആളുകൾ എന്തെല്ലാമാണ് ഇപ്പോൾ നേരിടുന്നത്, അവരെന്തെല്ലാമാണ് അനുഭവിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. രേണുക, എന്തായാലും ഈ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ITBP ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, അത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ സേനാ അംഗങ്ങൾ രക്ഷാദൗത്യത്തിനായി അവിടെയുണ്ട്. സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഹർഷിൽ കരസേന ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സൈന്യത്തിന്റെ സഹായം അവിടെ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി നിൽക്കുന്നത് മോശം കാലാവസ്ഥയാണ്. മാത്രവുമല്ല പല റോഡുകളും ഒലിച്ചുപോയ സാഹചര്യമുണ്ട്. ഗതാഗതം അവിടെ പൂർണ്ണ നിലയിലാകണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന്, രക്ഷാദൗത്യത്തിന് ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന വിവരമാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു ദുരന്തം ഏറ്റുവാങ്ങുകയാണ് ഉത്തരാഖണ്ഡ്. ഇന്ന് ഉച്ചയ്ക്ക് 1:45 മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഉത്തരാഖണ്ഡിൽ ഈ രീതിയിലുള്ള വലിയ ദുരന്തം ഉണ്ടായത്. 4 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ 50-ലേറെ പേരെ കാണാനുണ്ട് എന്ന വലിയ ഭീതിതമായ വിവരവും അവിടെ നിന്ന് വരികയാണ്. ഇവർ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കൂടുതൽ മരണമുണ്ടാകാനുള്ള സാധ്യതയും സാഹചര്യവുമാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായ ഒരു ഉത്സവം നടക്കുന്ന ദിവസം കൂടിയായിരുന്നു ഇന്ന് എന്ന് പറയുന്നു. അങ്ങനെ ഒരു തിരക്കുള്ള സമയവും കൂടുതൽ ആളുകൾ ആ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു പ്രത്യേകതയുള്ള ദിവസവും കൂടിയായിരുന്നു ഇന്ന്. അത് ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ട് എന്നതൊക്കെയാണ് പ്രാദേശികമായി വരുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്രകാരമാണ്. എന്തായാലും വലിയ ദുരന്തത്തിനാണ് ഉത്തരാഖണ്ഡ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. सारी दुकानें टूट गई, ये देखो ये इधर तक आ गया. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ രാജഗോപാൽ കമ്മത്ത് ചേരുകയാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ ഭീതിതമായ ദൃശ്യങ്ങളാണ്. ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ നദിയുടെ രൂപമാറ്റം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡ് ഇതുപോലെയുള്ള മേഘവിസ്ഫോടനങ്ങളൊക്കെ സാധാരണമായ ഒരിടമാണ്. എങ്കിലും ഇത് പ്രവചനാതീതമായ ഒരു സാഹചര്യമാണോ അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എത്രമാത്രം വലിയ ദുരന്തമായാണ് താങ്കൾ ഇതിനെ കാണുന്നത്? നമ്മുടെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഒരു ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഒരു പ്രതിഫലനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മലമ്പ്രദേശങ്ങളിൽ ഈ രീതിയിലുള്ള വലിയ തോതിലുള്ള മഴ കുറഞ്ഞ സമയം കൊണ്ട് പെയ്യുന്നതായിട്ട് കാണാം. ഇതിന് പല റീസൺസ് ഉണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വരുത്തി വെച്ചിട്ടുള്ള മാറ്റങ്ങളും പിന്നെ മനുഷ്യന്റെ ഇടപെടലുകളും തന്നെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്